ഹായ് ഫ്രണ്ട്സ്, ഞാൻ തൊല്ലത്താണ്. അപ്പോൾ ഇന്ന് കാണിക്കുന്ന ഒരു BS3 വണ്ടി, റോയൽ എൻഫീൽഡ് ക്ലാസിക് BS3 വണ്ടി എടുക്കുമ്പോൾ BS3 ആണെങ്കിൽ BS4 ആണെങ്കിൽ സെയിം കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന മുന്നിലെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ചില ആളുകൾക്ക് പഴയ വീഡിയോ കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല, പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും, പുതിയ വ്യൂവേഴ്സ് ഉണ്ടാവും, അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. എന്നാലും മുമ്പ് വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്കും വളരെ യൂസ്ഫുൾ ആയി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ഓടിച്ചിട്ട് പറയുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. ഇതൊരു BS3 വണ്ടിയാണ്. ഇത് ട്രിവാൻഡ്രത്ത് നമ്മളൊരു കസ്റ്റമർ കൊണ്ടുവന്ന വണ്ടിയാണ്. ട്രിവാൻഡ്രത്ത് നമ്മളൊരു സബ്സ്ക്രൈബർ കൊണ്ടുവന്ന വണ്ടിയാണ്. പ്രോപ്പർ വണ്ടി എൻജിൻ വർക്ക് എടുക്കുക എന്നുള്ളതാണ്. എൻജിൻ വണ്ടി സ്മൂത്ത് ആക്കുക എന്നുള്ളതാണ്. പലയിടങ്ങളിൽ കാണിച്ചു വണ്ടി ഒരു പഴയ ഒരു കംഫർട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത്. അതേപോലെ അതിൻ്റെ വർക്ക് തുടങ്ങാൻ പോവുകയാണ്. അതിൻ്റെ മുമ്പ് ഒരു വീഡിയോ എടുത്തത് മാത്രം. അപ്പം ഇതൊരു BS3 വണ്ടിയാണ്. അപ്പം ഞാൻ പറയുന്നു, അപ്പം പഴയ ഒരു CI എൻജിൻ എന്ന പഴയ വണ്ടിയുടെ ആ ഒരു ഗാംഭീര്യം എന്നുള്ള പഴയ ബുള്ളറ്റിൻ്റെ ഒരു ഗാംഭീര്യം ഉണ്ടല്ലോ, അതായത് CI എൻജിൻ, കാസ്റ്റേൺ എൻജിൻ, ആ കാസ്റ്റേൺ എൻജിൻ്റെ എല്ലാ ഒരു 90% നീതി പുലർത്തിക്കൊണ്ട് ഇറക്കിയ ഒരു വണ്ടിയാണ്. ഫസ്റ്റ് ടൈം വന്ന UC സ്റ്റാൻഡേർഡ് വണ്ടി. അപ്പോൾ ടാങ്കിൻ്റെ മോണോഗ്രാം ഇത് റീപെയിൻറ്റ് ചെയ്താണ് കേട്ടോ. ഇത് ടാങ്കിൻ്റെ കറക്റ്റ് സ്ട്രൈപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ടൈപ്പാണ്. ഈ ഒരു മെറ്റൽ മോണോഗ്രാം സംഗതി സ്ക്രൂ ടൈപ്പ് വന്നത് ഫസ്റ്റ് വണ്ടിക്കാണ്. പിന്നെ 2014 ശേഷമാണ് സംഗതി സ്റ്റിക്കർ ടൈപ്പ് വന്നത്. ഇപ്പം നോക്കാം, ഈ സ്ക്രൂ ടൈപ്പ് കറക്റ്റ് ആ ഒരു പഴയ സ്റ്റാൻഡേർഡിന് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ടാങ്കിൻ്റെ ടോപ്പ് ആണെങ്കിലും പഴയ വണ്ടിയുടെ ആ ഒരു ടൈപ്പ് ലോക്ക് ടൈപ്പ് തന്നെയാണ് വന്നത്. പഴയ വണ്ടി ലോക്കല്ല, എന്നാലും അതിന് ശേഷം വന്നിട്ടുള്ള ആ ഒരു വണ്ടികൾക്ക് ഉള്ള ലോക്ക് ടൈപ്പ് തന്നെയാണ് വന്നത്. റൗണ്ട് ലോക്ക് ടൈപ്പാണ് വന്നത്. ഒരു മീറ്റർ ആണെങ്കിൽ സ്പീഡോമീറ്റർ ആണെങ്കിലും പഴയ മോഡൽ സ്പീഡോമീറ്റർ തന്നെയായിരുന്നു. ആ ഒരു ആംപിയർ മീറ്റർ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്, എന്നാൽ സ്പീഡോമീറ്റർ തന്നെയാണ്. ഹാൻഡിൽ സ്വിച്ചിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മിറർ സെയിം തന്നെയാണ്. പഴയ സ്റ്റാൻഡേർഡ് വരുന്ന ഇതാണ്. പിന്നെ ഹാൻഡിൽ ബാർ വരുന്നതെങ്കിൽ ഏകദേശം G2ൻ്റെ ആ ഒരു ഏകദേശം ഒരു കംഫർട്ട് കിട്ടുന്ന അത്ര തന്നെ ഇല്ലെങ്കിൽ ഒരു കംഫർട്ടുള്ള സെയിം ഒരു ഹാൻഡിൽ ബാർ തന്നെയാണ് ആ ഒരു ടൈമിൽ കൊടുത്തിരുന്നത്. പിന്നെ ആകെ വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാർബറേറ്റർ മാറ്റിയിട്ടുണ്ട്, എഞ്ചിനും മാറ്റിയിട്ടുണ്ട്. CI എഞ്ചിൻ, UC യൂണിറ്റ് കൺസീൽഡ് എഞ്ചിൻ. ഇപ്പോൾ ഗിയർ ബോക്സും ക്രാങ്കേഴ്സും ഒന്നിച്ചാക്കിയിട്ടുള്ള എഞ്ചിനാണ് യൂണിറ്റ് കൺസീൽഡ് എഞ്ചിൻ എന്ന് പറയുക. ഒരു കൺസ്ട്രക്ഷൻ്റെ മറ്റേ യൂണിറ്റ് കൺസ്ട്രക്ഷൻ, അതായത് ഗിയർ ബോക്സ് ക്രാങ്കേഴ്സ് ഒന്നിച്ചാക്കി. പഴയ വണ്ടികൾ ഗിയർ ബോക്സ് വേറെ ആയിരുന്നു, പിന്നെ അതുമാതിരി തന്നെ ക്രാങ്കേഴ്സ് വേറെ ആയിരുന്നു. പഴയ വണ്ടി എങ്ങനെ കാണിച്ചു തരാം. അല്ലേ, പഴയ വണ്ടിക്ക് വരുന്നത് ഗിയർ ബോക്സ് സെപ്പറേറ്റ് ആണ്, ക്രാങ്കേഴ്സ് സെപ്പറേറ്റ് ആണ്. ആ ഒരു ടെക്നോളജിയാണ്. പിന്നെ പഴയ വണ്ടിക്ക് മാനുവൽ ടാപ്പറ്റ് ആയിരുന്നു കൊടുത്തിരുന്നത്. നമുക്ക് ഇവിടെ ഈ ഡോർ അയച്ചിട്ട് ടാപ്പറ്റ് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ അതല്ല, ഇപ്പം ഹൈഡ്രോളിക് ടാപ്പറ്റ് കൊടുത്തു. ആ ഒരു ഡിഫറൻ്റ് ആണ് വന്നേക്കുന്നത്. ബാക്കിയുള്ള ബേസിക് ആയിട്ടുള്ള ടെക്നോളജിയിൽ യാതൊരു മാറ്റവും വരാതെ തന്നെയാണ് യൂണിറ്റ് കൺസീൽഡ് എഞ്ചിൻ റോയൽ എൻഫീൽഡ് ഇറക്കിയിട്ടുള്ളത്. മാത്രമല്ല, ലാസ്റ്റ് വന്നിട്ടുള്ള ഒരു ഹെവി ക്രാങ്ക് വണ്ടീൻ്റെ ഒരു 10.5 10.3 kg ആ ഒരു ക്രാങ്ക് വെയിറ്റിൽ തന്നെയാണ് യൂണിറ്റ് UC എഞ്ചിൻ സ്റ്റാൻഡേർഡ് ഇറക്കിയത്. സ്റ്റാൻഡേർഡിൻ്റെ കാര്യം പറഞ്ഞു കേട്ടോ. ക്ലാസിക് 8 സംതിങ് മാത്രമേ വരുന്നുള്ളൂ. ഇത് 10.10ൻ്റെ മുകളിൽ ക്രാങ്ക് വെയിറ്റ് വരുന്ന വണ്ടിയാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്കൊരു പഴയ വണ്ടി എടുക്കുന്ന സമയത്ത്, പഴയ UC സ്റ്റാൻഡേർഡ് എടുക്കുന്ന സമയത്ത് BS4ലേക്ക് പോകുമ്പോൾ മാറ്റുന്ന മഡ്ഗാർഡ് കുറച്ചും കൂടെ ഇവിടുന്ന് കുറച്ചും കൂടെ ഒരു ലെങ്തി ആയിട്ടുള്ള മഡ്ഗാർഡ് കുറച്ചുകൂടെ, അതായത് പഴയൊരു വിൻറ്റേജ് വണ്ടിയുടെ ഏകദേശം ഒരു ഷേപ്പിൽ വരുന്ന രീതിയിലുള്ള മഡ്ഗാർഡാണ്, റിയർ മഡ്ഗാർഡാണ് ഫസ്റ്റ് ബാച്ചിൽ വന്നത്. നേരെ മറ്റേ BS4ലേക്ക് ആകുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ലെങ്തി ആക്കിയിട്ടുണ്ട് മഡ്ഗാർഡ്. നോക്കാം, ഈ ഒരു ശരിക്കും ഷേപ്പ് കണ്ടാൽ മനസ്സിലാവും. ഇത് കുറച്ചുകൂടെ ഒന്ന് നീട്ടി, കുറച്ചുകൂടെ നീട്ടി മഡ്ഗാർഡും കുറച്ച് പുറകിലേക്ക് ആക്കിയിട്ടാണ് രണ്ടാമത്തെ ജനറേഷൻ വണ്ടി വന്നിട്ടുള്ളത്. അതേമാതിരി നമ്പർ പ്ലേറ്റും പിന്നെ മാറ്റം വരുത്തിയിട്ടുണ്ട്. പക്ഷേ പഴയ മോഡൽ വണ്ടിയിൽ കറക്റ്റ് CI എഞ്ചിനിൽ എന്തായിരുന്നു വന്നിട്ടുള്ളത് ആ ഒരു നമ്പർ പ്ലേറ്റ് തന്നെയാണ്. ടെയിൽലൈറ്റ് ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ടെയിൽലൈറ്റ് സെയിം തന്നെയാണ് വന്നത്. പുതിയതും പഴയതൊക്കെ സെയിം തന്നെയാണ്. ഹോൾഡർ മാത്രം മാറ്റം വരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ പ്ലേറ്റും ഹോൾഡറും തമ്മിൽ ഒന്നിച്ച് വരുന്ന ഒരു സിസ്റ്റം ആയിരുന്നു പഴയ മോഡൽ ഉണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ശേഷം 2014 ശേഷം വന്ന വണ്ടികൾ വന്നിട്ടുള്ളത് നമ്പർ പ്ലേറ്റ് ഹോൾഡർ വേറെ, ബ്രാക്കറ്റ് വേറെ ആയി. രണ്ടിലും അയച്ചെടുക്കാൻ കുറച്ച് എളുപ്പമാണ്. പക്ഷേ ഇതല്ല, അതിലൂടെ കൈയിട്ട് ഒറ്റ ബോൾട്ട് 13 ബോൾട്ട് ലൂസാക്കി അയച്ചെടുക്കാൻ പറ്റും. ഒറ്റ ബോൾട്ടിന് ഇവിടെ നിൽക്കുന്നുട്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ്. പിന്നെ സീറ്റ് ഇതല്ല, പിന്നെ സീറ്റ് എന്ന് പറഞ്ഞാൽ പഴയ മോഡൽ വണ്ടിക്ക് വരുന്ന സീറ്റ് കുറച്ചുകൂടി ഫ്ലാറ്റ് ആയിരുന്നു, കുറച്ചുകൂടി ഒന്ന് ഷേപ്പ് ആക്കിയ ഒരു സീറ്റാണ്. ഇലക്ട്രോ ടൈപ്പ് സീറ്റാണ് വന്നേക്കുന്നത്. ഇപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടി നോക്കുക, ജെന്യൂൻ വണ്ടിയാണ്, വല്ലാതെ ഉടഞ്ഞിട്ടുള്ള വണ്ടിയൊന്നുമല്ല. കസ്റ്റമർ അത്യാവശ്യം നീറ്റായിട്ട് കൊണ്ടുനടക്കുന്ന പെയിൻറ്റിങ് ക്വാളിറ്റി ഒന്നും അത്രത്തോളം ഇല്ല എങ്കിലും കൂടെ പെയിൻറ്റിങ് ക്വാളിറ്റി തന്നെ എല്ലാവരും ഒരു ക്വാളിറ്റി പെയിൻറ്റ് ചെയ്യുന്നുള്ള ഒരു ചെറിയ രീതിയിൽ പെയിൻറ്റ് ചെയ്ത് ഒരു ആവറേജ് വൃത്തിയിൽ, അതായത് ഒരു ബുള്ളറ്റിന് ഒരു ആവറേജ് വൃത്തി ഉണ്ട് അവർ കൊണ്ടുനടക്കുന്ന. എന്ന് പറയാത്ത ഒരു അവസ്ഥയിലുള്ള ഒരു കണ്ടീഷനിലുള്ള വണ്ടിയാണ് ഈ വണ്ടി നമ്മളെ കസ്റ്റമർ കൊണ്ടുനടക്കുമെന്ന് തോന്നുന്നു. അത്യാവശ്യം എല്ലാ കാര്യവും നല്ല വൃത്തിയുണ്ട്. പിന്നെ അതേമാതിരി ഹെഡ്ലൈറ്റിൻ്റെ റിങ് വരുമ്പം
വീതി കുറഞ്ഞ പഴയ മോഡൽ വണ്ടിയുടെ തന്നെ വീതി കുറഞ്ഞ ഒരു റിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിന് ചെറിയ മൈനസ് ഉണ്ടായിരുന്നു. ഹെഡ്ലൈറ്റിന്റെ ആ ഒരു ക്ലിപ്പ് തട്ടിയിട്ട് മീറ്ററിന്റെ മുകളിലേക്ക് തട്ടിയിട്ട് ഷോർട്ട് ആകുന്ന വിഷയങ്ങളും പിന്നെ കരിഞ്ഞു പോണ ബൾബ് കരിഞ്ഞു പോണ പ്രശ്നങ്ങളും ഉണ്ടാവായിരുന്നു. അതിനനുസരിച്ച് അടുത്ത് വന്നതിൽ നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ റോയൽ എൻഫീൽഡ് കുറച്ച് ഈ ഒരു റിംഗ് ഇന്നർ റിം കുറച്ചുകൂടി വീതി കൂട്ടിയിട്ടാണ് ഇറക്കിയത് കേട്ടോ. ഈ ടച്ചിങ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വീതി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് ഫസ്റ്റ് വന്ന മഡ് ഗാർഡിന്റെ പ്രശ്നമുണ്ട്. പെട്ടെന്ന് തിരിച്ചറിയാം. ഈ ഒരു മഡ് ഗാർഡിന് ചെറുങ്ങൊരു ഷേപ്പ്ലെസ് ഉണ്ടാവുക. അണീവൻ ആയിട്ട് ഒരു ശരിക്കും തച്ച് മടക്കിയെടുത്ത മാതിരി മഡ് ഗാർഡാണ് ഫസ്റ്റ് വന്ന വണ്ടികൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് ശേഷം വന്ന വണ്ടികൾക്ക് നല്ല വൃത്തിയായിട്ട് മഡ് ഗാർഡ് റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കുക, ഇത് പോയിട്ടുണ്ടെങ്കിൽ കൂടി കർവൊക്കെ ഉണ്ട്. ഈ കർവ കറക്റ്റ് ആയിട്ടുള്ള കട്ടിങ്ങിലാണ് കൊടുത്തത്. അപ്പം അതിൻ്റെ ഫസ്റ്റ് ഇറങ്ങിയ വണ്ടികൾക്ക് ഈ ഒരു കർവൊക്കെ ഒരു തട്ടിക്കൂട്ട് മാതിരി ചെറുങ്ങനെ ചപ്പിയിട്ടുള്ള പാടുകളൊക്കെ നമുക്ക് ഇത് ഗ്രൈൻഡ് ചെയ്ത് ഒരു ഇതൊക്കെ ലെവലാക്കിയിട്ടാണ് റീപെയിന്റ് ചെയ്യുന്നത്. മാക്സിമം ലെവലാക്കിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള മഡ്ഗാർഡാണ് പഴയ മോള് വണ്ടിയിൽ കാണുന്ന. ആ മഡ്ഗാർഡ് മാറ്റിയിട്ടില്ല. ഒരു വണ്ടിക്ക് ഒരു ആക്സിഡൻറ്റും ഇല്ല. വൃത്തിയുള്ള വണ്ടിയാണെന്ന് മനസ്സിലാക്കാം. പിന്നെ നമ്മൾ എടുക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. ഇതിൽ BS3 നോക്കാനുള്ളത് എയർ ഫിൽട്ടർ. ഈ ഒരു എയർ ഫിൽട്ടറിന്റെ ഉള്ളിലെ ബോക്സും ഈ ഒരു കാര്യം വൃത്തിയിലാണ് കൊണ്ടെടുക്കുന്നത്. ഒരു വണ്ടി നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടെടുക്കുന്ന വണ്ടിയാണെങ്കിൽ ഈ എയർ ഫിൽട്ടറിന്റെ ബോക്സും എയർ ഫിൽട്ടറും ക്ലീൻ ആയിരിക്കും, ഒരുവിധം ക്ലീൻ ആയിരിക്കും. ചെറിയ ഡസ്റ്റൊക്കെയാണ് ബ്ലാക്ക് ഷൈഡ് മാറ്റാറായ വണ്ടിയൊക്കെ ഓക്കെ. അല്ല, ഇതിൽ കംപ്ലീറ്റ് ഡസ്റ്റും പൊടിയും അടിഞ്ഞു കൂടി നടക്കുന്ന വണ്ടിയാണെങ്കിൽ കറക്റ്റ് സർവീസ് ചെയ്യാത്ത വണ്ടിയാണ് കേട്ടോ. കറക്റ്റ് ആയിട്ട് ശരിക്കും ബ്ലാക്ക് ഷൈഡ് ഉള്ളിലൊക്കെ ഡസ്റ്റും പൊടിയൊക്കെ കൂടെ അടിഞ്ഞ് തുടച്ചെടുക്കാൻ പറ്റാത്ത കണ്ടീഷനിലാണ് ആ വണ്ടി ഒന്ന് ശ്രദ്ധിക്കുക. മിക്കവാറും കാർബറേറ്ററിന്റെ ഇഷ്ടം പോയിട്ടുണ്ട് അങ്ങനത്തെ വണ്ടികൾക്ക്. ആ വാക്വം മിശ്രം പോയി കഴിഞ്ഞാൽ 900 റേഞ്ച് വില വരുന്നതാണ്. ആ വാക്വം മിശ്രം തേയ്മാനത്തിന് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ പിസ്റ്റം മുകളിലേക്കും സൈഡ് ആവുന്ന സമയത്ത് അതിലേക്ക് ടെസ്റ്റ് കൂടെ എയർ അടിക്കുന്നത് അങ്ങനെ കയറി വരഞ്ഞിട്ടാണ് എൻ്റെ വാക്വം മിശ്രം സൈഡർ കൂടുതലായിട്ട് പോകുന്നത്. അപ്പം ഈ ഒരു കാര്യം ഫസ്റ്റ് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കാനുള്ള ആക്സിലേറ്റർ കറക്റ്റ് സർവീസ് ചെയ്ത വണ്ടിക്ക് ഒറ്റ ലക്ഷണം അത് തന്നെയാണ്. അത് ആ ഒരു കാര്യം തന്നെ നോക്കുക കേട്ടോ. പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കാനുള്ളത് വണ്ടി നമ്മൾ ഗിയർ കുറേ ദിവസമായി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല വണ്ടി. എടുക്കുക. വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു കേട്ടോ. സ്റ്റാർട്ട് ചെയ്തു. എഞ്ചിനെ ശബ്ദം നോക്കുക. ഇത് സാധാരണ ഒരു അബ്നോർമലായിട്ട് ചെറിയൊരു ക്രാങ്ക് നോയ്സ് കറക്റ്റ് ശ്രദ്ധിച്ചറിഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. എങ്ങനെയാണ് നോക്കുന്നത് കാണിച്ചു തരാം. പിസ്റ്റൺ സ്മോക്ക് കാര്യങ്ങളൊന്നും കാണുന്നില്ല. ചില ആളുകൾ സൈലൻസർ ലിങ്ക് ചെയ്ത് വിട്ടായിരിക്കും. അതൊക്കെ നോക്കണേ. തുടച്ച് വൃത്തിയാക്കി വീഡിയോ കണ്ടിട്ട് തുടച്ച് വൃത്തിയാക്കി വിട്ട ആളുകളുണ്ടാവും. അന്ന് ഏതായാലും വണ്ടി നല്ലൊന്ന് ത്രോട്ടിൽ കൊടുത്തിട്ട് 5 കിലോമീറ്റർ ഓടിയിട്ട് വണ്ടി ചൂടാക്കിയതിന് ശേഷം ആക്സിഡൻറ്റ് കൊടുക്കുമ്പോൾ പുക പോകുന്നുണ്ടോ നോക്കുക കേട്ടോ. അതായത് പുക പോകുന്നുണ്ടോ എന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ മതി. പിസ്റ്റൺ റിങ്സ് ജാമായാലും വരും. പിന്നെ അതേമാതിരി വാൽവ് ഓയിൽ സീൽ പോയി കഴിഞ്ഞാലൊക്കെ സ്മോക്ക് വരും കേട്ടോ. അത് 2 കാരണങ്ങളും വരും. പിന്നെ ഈ വണ്ടിയുടെ സൈലൻസർ നോക്കുക. അത്യാവശ്യം നല്ല നീറ്റാണ് സൈലൻസർ. കുഴപ്പം തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല. വല്ലാതെ തുരുമ്പ് കാര്യങ്ങളൊക്കെ ദ്രവിച്ച് പോയതാണെന്നുണ്ടെങ്കിൽ 7000 റുപ്യൻ്റെ അടുത്ത് വില വരുന്ന ഒരു കേസാണ്. സൈലൻസറിന്റെ പെൻറ്റ് പിന്നെ ഇലക്ട്രോപേറ്റ് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഇലക്ട്രോപേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള പിന്നെ കാറ്റലിക് കൺവെർട്ടർ വരുന്ന ഈ ഭാഗത്താണ്. കാറ്റലിക് കൺവെർട്ടർ പോയിട്ട് പൊല്യൂഷൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല വണ്ടിക്കിൻ്റെ പിക്കപ്പ് മൈലേജിനൊക്കെ ബാധിക്കുന്നതാണ്. നിങ്ങൾ കഴിയുന്നുണ്ടെങ്കിൽ ഇതൊന്നെങ്കിൽ കോട്ടിങ് ചെയ്യുക, റീപെയർ ചെയ്യുക. അതൊക്കെ കെമിക്കലൊക്കെ ഉള്ളിൽ ഇറങ്ങിയിട്ട് പിന്നെ ആസിഡൊക്കെ ഉള്ളിൽ ഇറങ്ങിയിട്ട് എല്ലാ കാറ്റലിക് കൺവെർട്ടർ ദ്രവിച്ചു പോകാനും തുരുമ്പ് പിടിക്കാനും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പിന്നെ പെർഫോമൻസിന് കുറവാനൊക്കെ അതിൻ്റെ പൊല്യൂഷൻ കിട്ടാനും വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഇലക്ട്രോപേറ്റ് ചെയ്യുന്ന സമയത്ത് സ്ഥലത്ത് നേരിട്ട് പോയി ചോദിച്ചപ്പോൾ അവർ തന്നെ പറഞ്ഞ കെമിക്കലൊക്കെ ഉള്ളിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ബുദ്ധിമുട്ട്. അവർ കരുതിയേക്കുന്ന ഒറ്റ കോയിലാന്നുള്ള. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം, ഈ ഒരു ബെൻഡ് പിന്നെ പ്ലേറ്റ് ചെയ്യാൻ നിൽക്കുക. കയ്യിൽ നിന്ന് വൃത്തിയുള്ള കാര്യങ്ങൾ ഒരുവിധം വൃത്തി ഉണ്ടാവില്ല. ഈ ഒരു പഴയ വണ്ടികൾക്ക് ഇത് വൃത്തി വേണമെന്ന് നമ്മൾ ശാഠ്യം പിടിക്കുന്നവർ മണ്ടത്തരാണ്. കാരണം വളരെ അപൂർവമായിട്ട് മാത്രം ഡെയിലി തുടച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് അത്യാവശ്യം കുഴപ്പമില്ല. ഇത് വൃത്തിയുണ്ട്. ഓക്കെ. പിന്നെ
സൈലൻസർ ഒറിജിനൽ വേണമെന്നുള്ളത് മനസ്സിലാക്കിയ BS3 ആണെങ്കിലും ഫൈനാണ്. 5,000 മിനിമം 10,000 ആയെന്ന് കേൾക്കുന്നു. ഏതായാലും സൈലൻസർ ഈ ഒരു കാര്യങ്ങൾ നോക്കുക. പിന്നെ നോക്കാനുള്ള സെക്കൻഡ് കാര്യം പിന്നെ ആക്സിഡന്റ് ഹിസ്റ്ററിയാണ്. ആക്സിഡന്റ് നോക്കാനുള്ള ഈ ഒരു കാര്യം നോക്കുക കേട്ടോ. ഇവിടെ ചേസിന്റെ കാര്യങ്ങൾ അണീവൻ ആയിട്ട് വല്ല കാര്യങ്ങളോ ഇവിടെ കറക്റ്റ് റൗണ്ട് ഷേപ്പിലല്ല അതൊക്കെ കുട്ടിയിട്ട് അതായത് പെയിന്റ് അടിച്ച എന്തെങ്കിലും അടയാളങ്ങളും എല്ലാം കാണുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം വണ്ടി ആക്സിഡന്റ് ആയിരിക്കും. ആ വണ്ടി കയ്യിൽ നിന്ന് ഒഴിവാക്കുക. പിന്നെ ഇവിടെ അടിച്ചിട്ട് ഇവിടെ നോക്കുക കേട്ടോ. ഇവിടെ സ്റ്റോപ്പർ കിടപ്പുണ്ട്. ഈ സ്റ്റോപ്പറിന്റെ മുകളിൽ അടിച്ച പാടോ അതല്ലെങ്കിൽ പിന്നെ ചപ്പി കിടക്കുക എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ ക്രാക്കോ ഉണ്ടെങ്കിൽ അതും വണ്ടി തട്ടിയിട്ട് ഇത് അടിച്ചിട്ട് ടീ സ്റ്റമ്പ് അടിച്ച് ലെവലാക്കിയതായിരിക്കും. ആ വണ്ടിയും തട്ടിയ വണ്ടിയായിരിക്കും. ഇത് രണ്ട് ഭാഗത്തും കിടക്കുന്നുണ്ട്. രണ്ട് ഭാഗങ്ങളും ഉണ്ടാവും കേട്ടോ. ഉണ്ടല്ലേ അടി കൊണ്ടിട്ടുണ്ട്. അപ്പൊ ചെറിയ ഇതൊക്കെയാണെങ്കിൽ വിഷയമാക്കാനുള്ള ഏതെല്ലാം തട്ടിയിട്ടുള്ള ചെറിയ തട്ടി കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി ഇവിടെ ഇങ്ങനെയുള്ള അടി വരുമ്പോൾ ആ സാധനം ബെൻഡായി പോണതാണ്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യം ഇവിടെ ഇത് വിടാണ്ടല്ലോ നല്ല നീറ്റാണ്. ഇത് തട്ട് കാര്യങ്ങൾ ആക്സിഡന്റ് ഒന്നും വരെ നടന്നിട്ടില്ല. ആ ഒരു കാര്യത്തിൽ വണ്ടി ഓക്കെയാണ്. വലിയ മേജർ ആക്സിഡന്റ് നാട്ടിൽ ചെറിയ ചെരുവും വണ്ടികളൊക്കെ എല്ലാ വണ്ടികൾക്കും ഉണ്ടാവും കേട്ടോ. ഒന്നും പറയണ്ട. കയ്യിൽ നിന്ന് വീഴാത്ത 2 ചക്രത്തിൽ ഓടുന്ന വണ്ടിയാണ്. ചെറിയ വികലൊക്കെ ഉണ്ടാവും. പക്ഷേ മേജർ ആക്സിഡന്റ് നടന്നുള്ള കാര്യമാണ് നോക്കേണ്ടത്. പിന്നെ അതേമാതിരി ഇവിടെ ഇത് നോക്കുക. ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ചേസ് ഈ ഭാഗം പൊട്ടി പോകുന്ന സൈഡ് സ്റ്റാൻഡിലിട്ട് വണ്ടി തിരിക്കുക. സൈഡ് സ്റ്റാൻഡിലിട്ട് വണ്ടി ഓവർലോഡ് ഇടുന്ന ഇരിക്കുക. തിരിക്കുന്ന കൂടുതൽ ആൾക്ക് സൈഡ് സ്റ്റാൻഡ് വണ്ടി തിരിക്കുന്ന സമയത്ത് ഇവിടെ പൊട്ടി പോകുന്നുണ്ട്. ആ ഒരു വണ്ടികൾ കൈകുന്ന ഒഴിവാക്കുന്നത് നന്നാവുക. അല്ല ആ വില കുറച്ച് എടുക്കുക കേട്ടോ. കാരണം ഇത് ചേസിന്റെ മുകളിൽ വരുന്നതാണ്. വെൽഡ് ചെയ്താലും വീണ്ടും പൊട്ടുന്ന പ്രവണത കൂടുതൽ കണ്ടുവരുന്നുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല. വില കുറച്ച് കിട്ടാൻ ഉപയോഗിക്കാവുന്നേ. ആ ഒരു വിഷയം നോക്കുക. ഓക്കെ. പിന്നെ ബസ് സർവീസ് ഓക്കെ ആണോ നോക്കാൻ ഒന്നും നോക്കണ്ട. ഞാൻ പറഞ്ഞു എയർ ഫിൽറ്ററിന്റെ കാര്യം. ഇവിടെ വരിക. ഓയിൽ ലെവൽ നോക്കുക. ഓയിൽ ലെവൽ ഇൻസ്പെക്ഷൻ വിൻഡോ വളരെ കറക്റ്റായിട്ട് ഓയിൽ ലെവൽ കാണുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഓയിൽ മാറ്റുന്ന വണ്ടിയാണ്. ലെവൽ ചെയ്ത് ശരിക്കും നോക്കുക. അതായത് വണ്ടി സെൻട്രൽ സ്റ്റാൻഡ് ഇട്ട് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ 2-3 മിനിറ്റ് ശരിക്കും ഐഡ്ലിങ് നിർത്തിയതിന് ശേഷം ഓഫ് ചെയ്തതിന് ശേഷം നോക്കുക കറക്റ്റ് എഞ്ചിൻ ഓയിൽ ഈ സെൻറ്ററിൽ വന്ന് നിൽക്കുന്നു നോക്കുക കേട്ടോ. സ്റ്റാർട്ട് ചെയ്ത് ഐഡ്ലിങ് കിട്ടിയതിന് ശേഷം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഓക്കെയാണ്. യൂസ് ചെയ്തോളാം. പിന്നെ ശ്രദ്ധിക്കാനുള്ള ടാങ്കിന്റെ തുരുമ്പാണ്. ഒരുവിധം പഴയ വണ്ടികൾ തുരുമ്പുണ്ടാവും കേട്ടോ. അപ്പോൾ തുരുമ്പില്ലാതെ കിട്ടുകയെന്ന് പറഞ്ഞാൽ വെറും ഒരു ഇതായിരിക്കും. പഴയ വണ്ടിയൊക്കെ തുരുമ്പില്ലാത്ത ടാങ്ക് ഉണ്ടാവും. എന്നാൽ മാക്സിമം ക്ലീൻ ചെയ്ത് നമുക്ക് എടുക്കാന്നേ പറയാൻ പറ്റുള്ളൂ. വലിയ വിഷയമല്ല. ചെറിയ പൊടിത്തുരുമ്പുണ്ട്. ഈ പൊടിത്തുരുമ്പൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കുക. കണ്ടമാനം ചെറിയ ലോ ഫ്യൂവലിൽ പെട്രോൾ ഓടുന്ന ആളുകൾ ഒക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് ഓട്ടം കുറവുള്ള വണ്ടികൾ പെട്ടെന്ന് തുരുമ്പ് ഇപ്പോൾ കയറും. ഇപ്പോൾ എത്തനോൾ കളർന്ന് അറിയാലോ. വാട്ടർ പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്നത് എത്തനോളിൻ്റെ. അപ്പോൾ കൂടുതലായിട്ട് മാക്സിമം ഫുൾ പെട്രോൾ അടിച്ച് തന്നെ ഓടേണ്ടി വരും. ഒരു 6 മാസം കൂടുമ്പോൾ 6 മാസം 3 മാസം 4 മാസം കൂടുമ്പോൾ എന്താ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ടാങ്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് ഇറങ്ങിയ ബാച്ചിലെ ടാങ്കാണ്. നല്ല ഉറപ്പാണ് സാധനം. തുരുമ്പ് പിടിച്ചാലും ബാക്കി എന്നാലും ഹോളാവുക. ഈ പഴമുള്ള ടാങ്കാണ് ഹോളാവല് വളരെ കുറവാണ്. മിക്കവാറും അതിന് ശേഷം വന്ന വലിയ ടാങ്കുകളാണ്. അതിൻ്റെ തിക്നെസ് കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ മെറ്റലിൻ്റെ ക്വാളിറ്റി കുറവുകൊണ്ട് എന്തായാലും സംഗതി പെട്ടെന്ന് തുരുമ്പിടിച്ചാൽ പെട്ടെന്ന് ഹോളായും ചെയ്യുന്നുണ്ട് പുതിയ മോഡൽ ടാങ്ക്. പക്ഷേ ഈ ഒരു ടാങ്കൊക്കെ പഴയ മോഡൽ CI എഞ്ചിൻ്റെ കറക്റ്റ് ആ ഒരു ഉറപ്പുള്ള നല്ല ഗേജുള്ള ടാങ്ക് തന്നെയാണ്. ആ കാര്യത്തിൽ അത് സംശയമില്ല. പിന്നെ പഴയ വണ്ടിയായിട്ടും റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ലുക്ക്, ഒരു ക്ലാസിക് ലുക്കൊക്കെ കിട്ടാൻ ഏറ്റവും നല്ല ചെറിയ ടാങ്കിനെ. വലിയ ടാങ്ക് ആകുമ്പോൾ അതിന് ക്ലാസിക് ലുക്ക് കിട്ടില്ല. ചെറിയ ടാങ്ക് വെച്ച് നമുക്ക് സ്വൈപ്പൊക്കെ ചെയ്ത് എടുക്കാൻ പറ്റുന്നുള്ളൂ. പിന്നെ ട്വിൻ സ്പാർക്കാണ്. ചില ആളുകൾക്ക് മറ്റേ ഇത് ചെയ്യുന്നുണ്ട്, ഡീകംപ്രഷൻ ചെയ്യുന്ന താല്പര്യമുള്ള ആളുകൾ ഡീകംപ്രഷൻ ചില ആളുകൾ ചെയ്യുന്ന ഈ സ്പാർക്ക് പ്ലഗ് മെയിൻ സ്പാർക്ക് പ്ലഗ് ഒഴിവാക്കി ഡീകംപ്രഷൻ ചെയ്യാറുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. സ്പാർക്ക് പ്ലഗ് ഒഴിവാക്കി ചെയ്യരുത്. ഇവിടെ സെൻട്രലിൽ ഒരു ഹോൾ ഇട്ടിട്ട് വേറെ പിന്നെ പൈപ്പ് ഇറക്കിയിട്ടാണ് ഡീകംപ്രഷൻ ചെയ്യുക. അങ്ങനെ ആളുകൾക്ക് ചെയ്യാവുന്നുള്ളൂ. ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആവശ്യമുള്ള ആൾക്ക് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. ഡീകംപ്രഷൻ ഓട്ടോ ഡീകംപ്രഷൻ ഇതിൽ ഓൾറെഡി ഉണ്ട്. അത് വർക്കിംഗ് അല്ലാത്ത ആളുകൾക്ക് അതല്ല, അത് പോരായ്മയുള്ള പഴയ ഒരു ക്ലാസിക് വണ്ടിയുടെ തന്നെ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നവർക്ക് ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല. പിന്നെ സെൽഫ് സ്റ്റാർട്ട് ആഡ് ചെയ്യാനും അത്യാവശ്യം കമ്പാരിറ്റീവ്ലി ഈസിയാണ് ഈ ഒരു PS3 വണ്ടികളിൽ. അപ്പോൾ ഇത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞാൽ അത് വീഡിയോ ചെയ്ത് എടുക്കാണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം മെയിനായിട്ട് ഞാൻ പറഞ്ഞു. ഇനി ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. സ്റ്റാർട്ട് ചെയ്തു, സൈലൻസറിന് പോകാൻ വലിയ ഓക്കെയാണ്, ബാക്കിയുള്ള കുഴപ്പമൊന്നുമില്ല. സ്റ്റാർട്ടിങ്ങിൽ വലിയ വിഷയമില്ല. സ്റ്റാർട്ടിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞുതരാം. ഞാൻ ഹെൽമെറ്റ് വെച്ചേക്കുന്നത് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളൊരു വണ്ടി അടിക്കാൻ പോകുന്നത് വണ്ടി ആക്സിഡന്റ് ആയി ചേസി ബെൻഡായ വണ്ടിയെന്നറിയാൻ 2 വീലും സ്റ്റഡി ആണോ ഓടുന്നത് നോക്കുക. അതായത് നമ്മൾ കയ്യിൽ നിന്ന് ഒരു സുഹൃത്തിനെ കൊണ്ട് ബൈക്ക് എടുക്കാൻ പോവുക. നിങ്ങൾ വണ്ടി മുന്നിൽ ഓടിക്കുക. ഒരു ബാക്കിൽ സുഹൃത്തിനോട് ചോദിക്കുക, വണ്ടി ബാക്കിൽ നിങ്ങളെ ഒരു ബൈക്ക് ഉപയോഗിച്ച് ബാക്കിൽ ഓടിക്കാൻ പറയുക. അതല്ലെങ്കിൽ നോക്കി നിന്നാലും മതി. ലോങ് ഓടിക്കുമ്പോൾ പോണ സമയത്ത് നോക്കി നിന്നാലും മതി.
പിന്നെ പുറകെ പോയിട്ട് ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ട് വീലും ബാക്ക് വീലും സ്റ്റഡി ആണോ നോക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം എന്തുകൊണ്ടാണെന്ന് നോക്കിയതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക. വണ്ടി ചേസ് ബെൻഡായിട്ടോ അല്ല സിംഗാമിൻ്റെ ചെയിൻ സ്റ്റേ ബെൻഡായിട്ടോ ഒക്കെ ആയിരിക്കും ആ ഒരു സമയങ്ങളിൽ ടയറിന്റെ തേയ്മാനം വണ്ടിയുടെ സ്റ്റെബിലിറ്റിക്ക് നല്ല രീതിയിൽ ബാധിക്കും. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ കൂടുതലായിട്ട് കണ്ടുവരുന്ന വിഷയമാണ് മൂന്നാൾ കയറുമ്പം അല്ലെങ്കിൽ ഹെവി ലോഡ് വരുന്ന സമയത്ത് മഡ്ഗാർഡ് തട്ടുക എന്നുള്ളത്. അപ്പോൾ കൂടുതൽ ആളുകളും സംഭവിക്കുന്നതാണ്. കൂടുതൽ ചില സമയങ്ങളിൽ ഈ ഒരു സാരി ഗാർഡിന്റെ മുകളിൽ ഓവർ ലോഡ് എടുത്ത് കയറുമ്പോൾ ഈ മഡ്ഗാർഡ് ചെറിയ നിൽക്കാറുണ്ടെങ്കിലും കൂടി ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന വീലിന്റെ ഡ്രോയിങ് ഔട്ട് ആകുമ്പോൾ സംഭവിക്കാറുണ്ട്. കാരണം ഈ ഒരു ഗ്യാപ്പും ഇവിടെ നോക്കുക, ഇവിടെ ഉള്ളൊരു ഗ്യാപ്പും ഈ രണ്ട് സൈഡിലും ഈ മഡ്ഗാർഡ് ആയിട്ടുള്ള ഗ്യാപ്പ് അകലം തുല്യമാണെന്ന് നോക്കുക. അതേമാതിരി ഈ ഒരു ഭാഗം നോക്കുക കേട്ടോ. ഇതാണല്ലോ ഈ വീലിന്റെ ഈ റിഫ്ലക്ടർ വരുന്ന ഭാഗം ഈ വീലിന്റെ സെന്റർ റെഡിയാണെന്ന് നോക്കുക. അങ്ങനെയാണ് വീലിന്റെ ഭാഗം സെന്ററാണ്, മഡ്ഗാർഡ് സെന്ററാണ്. അതല്ല എങ്കിൽ ഇവിടെ കണ്ടില്ലേ, ഇത് കറക്റ്റ്, ഇതൊക്കെ നമ്മുടെ സ്ഥിരമായിട്ട് സർവീസ് ചെയ്യുന്ന വണ്ടികളാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് ഇതൊക്കെ തെറ്റി കിടക്കുന്ന വണ്ടികളുണ്ടാവും. അപ്പോൾ ആ ഒരു വണ്ടിയാണ് നോക്കുക, കറക്റ്റ് ആ ഒരു ബുള്ളറ്റ് നോക്കുക. അതും കറക്റ്റ് റിഫ്ലക്ടറും ബാക്കിന്റെ വീലും ടയറും തമ്മിൽ സെന്ററാണ്, അതും വീല് സെന്ററാണ്. അപ്പോൾ ഇതും ഈ രണ്ട് ഭാഗം തെറ്റി നിൽക്കുക എന്നുള്ളത്. അപ്പം ടയർ ലോഡ് വരുന്ന സമയത്ത് ഹമ്പ് ചാടുന്ന സമയത്തോ ടയർ വരിയുന്ന മാതിരി ശബ്ദം വരും. എനിക്ക് തോന്നുന്നു സ്റ്റോക്കാസിന്റെ കംപ്ലൈന്റ് ആണ്, അതൊന്നുമല്ല. ഈ ടയറിൽ സാധാരണ ക്ലാസിക് ആണ്, ഇവിടെ ഒരു ബോൾട്ട് കിടപ്പുണ്ടാവും 10ന്റെ. ആ 10ന്റെ നെറ്റിന്റെ മുകളിൽ വരയുന്ന സൗണ്ടാണ്. കുറച്ച് ഇങ്ങോട്ടും ബാലൻസ് തെറ്റി കഴിഞ്ഞാൽ സെൻറ്ററുള്ള സമയത്ത് കുറച്ച് ചേർന്ന് ഈ അരികിലോട് ചേർന്ന് ടയർ വർക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് വീൽ ഡ്രോയിങ്, അതായത് സ്പോക്സ് ലൂസ് ആക്കിയിട്ട് ഏതൊരു ഭാഗത്തേക്കാണോ ഈ ഒരു വീലും രണ്ട് മഡ്ഗാർഡ് സ്റ്റേയും തമ്മിൽ ഓക്കെ സെന്ററാണ്, അതുകൊണ്ടല്ല വിഷയമെങ്കിൽ ഈ ഒരു അകലവും ഈ ഒരു അകലവും ഒക്കെ നോക്കിയതിന് ശേഷം സെന്റർ ആണെങ്കിൽ അത് ഷോക്ക് അബ്സറിന്റെ ഈ ഷോക്കിന്റെ ഒരു ഭാഗം വെച്ച് നോക്കിയാൽ മതി. കറക്റ്റ് അലൈൻമെന്റ് കളറാണ് നോക്കാൻ, അളവ് തുല്യമാണ് നോക്കി മെഷർമെന്റ് ചെയ്ത് നോക്കിയാൽ കറക്റ്റ് അറിയാൻ പറ്റും. അതല്ല എങ്കിൽ വീലിന്റെ സ്പോക്സ് ചെയ്യുന്നെടുത്ത് പോയിട്ട് വീൽ ഒരു ഭാഗത്തേക്ക് വലിക്കുക കേട്ടോ. ചെറിയ ഇതിൽ എക്സെൻട്രിക് ആക്കി എടുക്കുക എന്ന് പറയും. അപ്പം ആ ഒരു വീല് സെന്റർ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു വിഷയം തട്ടുന്ന വിഷയം പൂർണ്ണമായിട്ട് മാറും. വീല് സ്പോക്സ് പഴയ സ്പോക്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അയച്ചെടുക്കാൻ അലൈൻമെന്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും, ഡ്രോയിങ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ സാഹചര്യം ചിലപ്പോൾ മിക്കവാറും സ്പോക്സുകൾ മാറ്റിയിട്ട് ചെയ്യുന്നതായിരിക്കും നന്നാവുക. കറക്റ്റായിട്ട് ഡ്രോയിങ്ങും വീല് റൺഔട്ട് ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഡ്രോ ചെയ്തെടുക്കാൻ പറ്റും, സ്പോക്സ് കംപ്ലീറ്റ് മാറ്റിയെടുക്കുമ്പോൾ കേട്ടോ. ഈ ഒരു കാര്യം മെയിനായി ശ്രദ്ധിക്കുക. ചേസിസ് ബെൻഡിന് മെയിൻ ഒന്ന് വണ്ടി ഓടുന്ന സമയത്ത് പുറകിൽ ഒരാൾ പോയിട്ട് വണ്ടി സ്റ്റഡി ആണെന്ന് നോക്കുക. അതല്ലെങ്കിൽ നോക്കി നിൽക്കുക. വണ്ടി ഓടിക്കുന്ന സമയത്ത് ബാക്കിൽ ഒരാളെ വണ്ടീൻ്റെ ടയർ ഫ്രണ്ടും ബാക്കും ടയറും സ്റ്റഡി ആണെന്നുള്ളത്. ഇനി ബാക്കിയുള്ള കാര്യം ഓടിച്ചിട്ട് പറഞ്ഞുതരാം. ഈ വണ്ടിക്ക് മെയിൻ പ്രശ്നം പിക്കപ്പ് ഇല്ല എന്നുള്ളതാണ്. പെർഫോമൻസ് വളരെ ബാക്കാണെന്നാണ് ഈ വണ്ടി. ഞാൻ ഓടിച്ചിട്ട് ബാക്കിയുള്ള കാര്യം പറയാൻ പോണു കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ ആദ്യമേ നിങ്ങളോട് പറയാനുള്ള, ഒരുപാട് ആളുകൾ എന്നെ വല്ലാതെ വിളിക്കുന്നുണ്ട്. വിളിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ കഴിയില്ല. കാരണം ഞാനൊരു മനുഷ്യനാണ്. അപ്പോൾ ഞാൻ വർക്കെടുക്കുന്ന ഒരാളാണ്. വൈകുന്നേരം വിളിക്കും, ക്ഷീണം ഉണ്ടാവും. എല്ലാ ആൻസറും കറക്റ്റ് ആൻസർ ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം വിളിക്കുക കേട്ടോ. അതായത് ഒരു സാധാരണ ഒരു മെക്കാനിക്സിന് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല, പലയിടങ്ങളും പോയിട്ട് ബുദ്ധിമുട്ടാകുന്നുണ്ടെങ്കിൽ മാത്രം വിളിക്കുക. അതും അങ്ങനെയുള്ള സമയങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഒരു വൈകുന്നേരം ഒരു 9ന്റെ മുന്നേ തീർച്ചയായും വിളിക്കാൻ ശ്രമിക്കുക. 7ന്റെ 9ന്റെ ഇടയിൽ കേട്ടോ. അതെല്ലാ സമയങ്ങളും ഞാൻ ഫോൺ എടുക്കില്ല. പിന്നെ വർക്കിംഗ് ടൈമിലും നിങ്ങൾക്ക് വർക്കുമായിട്ട് ബന്ധപ്പെട്ട വല്ല കാര്യത്തിനും അല്ലാതെ സംശയ നിവാരണം തന്നെ വിളിക്കരുത് ദയവ് ചെയ്ത്. കാരണം അതൊക്കെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഞാൻ നിങ്ങളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ആ സഹായിക്കാൻ എനിക്കൊരു സമയം കൂടി തരണം കേട്ടോ. ഓക്കെ. അപ്പോൾ ഞാൻ ഈ ഒരു വണ്ടി അപ്പോൾ ഞാൻ ഓടിക്കുകയാണ്. ബോഡിമേ ചെറിയ കാറ്റാണ് വലിപ്പിക്കുന്നത് കേട്ടോ. ഒരു ടോപ്പിലിട്ട് വലിപ്പിക്കുന്ന സമയങ്ങളിൽ അത്യാവശ്യം വണ്ടിക്ക് ലോഡ് കൊടുക്കുക എന്ന് പറയും. ആ ലോഡ് കൊടുക്കുന്ന സമയങ്ങളിൽ എഞ്ചിനുള്ള ഇടിപ്പ് വരുന്നത് ക്രാങ്കിന്റെ സ്റ്റാർട്ടിങ് സൗണ്ട് ആണ് കേട്ടോ.
രണ്ട് കാര്യമാണ് പിക്കപ്പ് ആയിട്ട് ശ്രദ്ധിക്കാനുള്ളത്. വണ്ടി ഐഡ്ലിംഗ് ചെയ്യുന്ന സമയത്ത് വണ്ടി ത്രോട്ടിൽ കൂടെ ഞാൻ വണ്ടി വലിപ്പിക്കുകയാണ്. ഈ വലിപ്പിക്കുന്ന സമയത്ത് വണ്ടി റേസ് ആവുന്നുണ്ട്, അതായത് ഐഡ്ലിംഗ് ശരിക്കും കയറുന്നുണ്ട്. പക്ഷെ വണ്ടി വലിക്കുന്ന ക്ലച്ചിന്റെ പ്രശ്നമാണ്. അതല്ല, വണ്ടി നമ്മൾ ത്രോട്ടിൽ കൊടുക്കുന്ന വണ്ടി റേസിംഗ് ഒന്നുമില്ല, ഐഡ്ലിംഗ് കയറുന്നൊന്നുമില്ല എങ്കിൽ അത് കാർബറേറ്ററിന്റെ വിഷയമാണ് കേട്ടോ. പിന്നെ വണ്ടിന്റെ പിക്കപ്പ് ആയിട്ട് ഏറ്റവും അധികം ബാധിക്കുന്നതെന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും പിന്നെ ഒരുപാട് കാരണങ്ങളുണ്ടാവും. വീല് ജാമായി കഴിഞ്ഞാൽ വണ്ടിക്ക് വലിയ കുറയും. ഡിസ്ക് ആണെങ്കിൽ ഡിസ്ക് ബ്രേക്ക് ജാമായി കഴിഞ്ഞാൽ വണ്ടി വലിയ കുറയും. ഫ്രണ്ടും ബാക്കൊക്കെ ആണെങ്കിൽ ബ്രേക്കിന് ചെറിയൊരു ജാമ്യം ഉണ്ടെങ്കിൽ വണ്ടിക്ക് പിക്കപ്പ് കുറയും കേട്ടോ. അതിൻ്റെ അതേമാതിരി വാക്വം പിസ്റ്റൺ സ്ക്രാച്ച് ആയിട്ട് പൊങ്ങാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട് വണ്ടിക്ക് വലിയ കുറയും. എയർ ഫിൽറ്റർ ക്ലോഗ് ആയി കഴിഞ്ഞാൽ വണ്ടിക്ക് വലിയ കുറയും കേട്ടോ. അങ്ങനെയൊക്കെ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ പിന്നെ സ്പാർക്ക് പ്ലഗ് വീക്ക് ആയി കഴിഞ്ഞാൽ വണ്ടിക്ക് പിക്കപ്പ് കുറയും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അതിന് പിന്നെ അനുവദിച്ച് വരുന്നതാണ്. അതെല്ലാം ഒരു കാര്യങ്ങൾ മാത്രമല്ല, വലി കുറയുന്നതെന്ന് വെച്ചാൽ അനുസരിച്ച് അതിന് ലക്ഷണങ്ങൾ നോക്കിയിട്ടാണ് വണ്ടിന്റെ ഏതിനാണ് പിക്കപ്പ് വണ്ടി ഓടിച്ച് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവും വണ്ടി പിക്കപ്പ് ഏത് കൊണ്ടാണ് കുറയുന്നതെന്നുള്ളത്. വണ്ടി ത്രോട്ടിൽ കൊടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ്, ടച്ച് ആണോ, കാർബറേറ്റർ ആണോ, അതല്ലെങ്കിൽ വീലാണോ എന്നൊക്കെ. അപ്പൊ ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ അത് വീല് റൺ ഔട്ട് എന്ന് പറയാൻ മാത്രമല്ല, 60 സ്പീഡിന്റെ മുകളിൽ പോണ സമയത്ത് ഫ്രണ്ട് വീല് കടന്നിട്ട് അല്ലെ ഹാൻഡിൽ ബാർ കടന്നിട്ട് വൈബ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ഫ്രണ്ട് വീലിന്റെ റൺ ഔട്ട് ആണ്. അതായത് ഫ്രണ്ട് വീല് റിമ്മിന് ബെൻഡോ അല്ലെങ്കിൽ ടയർ അടിച്ച് കയറി നിൽക്കുകയൊക്കെ ചെയ്യുക കാരണം കൊണ്ട് സംഭവിക്കും. റിമ്മ് ബെൻഡ് കൊണ്ട് മാത്രമല്ല, നമ്മൾ ടയർ പഞ്ചർ അടച്ചിട്ട് പഞ്ചർ അടിച്ചിട്ട് ടയർ കറക്റ്റ് ലൈൻ കറക്റ്റ് ആക്കാതെ പഞ്ചർ അടിച്ച് എയർ അടിച്ച് ടൈറ്റ് ആയി തരുന്ന ആളുകൾ അങ്ങനെ സമയങ്ങളിൽ പെട്ടെന്ന് റൺഔട്ട് കാണിക്കും. അല്ല റിമ്മ് ബെൻഡാന്ന് എപ്പോഴും വിചാരിക്കരുത്. അത് തന്നെ ടയറിന്റെ എഡ്ജ് ലൈനിങ് ഒക്കെ കറക്റ്റ് ആയിട്ട് എല്ലാ സ്ഥലങ്ങളും സെയിം രീതിയിലാണ് നിൽക്കുന്നത് നോക്കുക. ടയറിന്റെ എൻഡിൽ ഒരു ലൈന് വരും, ആ ലൈൻ ഈക്വൽ ആയിട്ടാണോ നിൽക്കുന്നത് നോക്കുക. എല്ലാ ഏടെ സ്ഥലത്ത് ഉള്ളിലേക്ക് കയറി നിൽക്കുക ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടയർ ഒന്ന് അയച്ചിട്ട് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ നോക്കുക കേട്ടോ. ആ സമയങ്ങളിലും വണ്ടിക്ക് റൺഔട്ട് ഉണ്ടാവും. അതേമാതിരി സ്പീഡ് കൂടുന്ന സമയത്ത് ബാക്കിലുള്ള പില്ലർ റൈഡേഴ്സ് ആണ്, പുറകിലുള്ള യാത്രക്കാരനാണ് പറയുന്നത് വണ്ടി പൊളച്ചിലുണ്ടല്ലോ, ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, ഒരു മോബ്ലിംഗ് ഉണ്ടല്ലോ എന്നുള്ളത്. അങ്ങനെയാണ് ഫ്രണ്ട് ബാക്ക് വീൽ റൺഔട്ട് ആയിരിക്കും. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. ഇത് ഞാന് ഒരു 60 ഈ ഒരു വണ്ടിയുടെ അത്യാവശ്യം നല്ല സ്പീഡിലാണ് ആ വണ്ടി പോണത്. കുറച്ച് സ്പീഡിൽ പോണ സമയത്ത് ഇതിന്റെ എഞ്ചിനിൽ ഒരു ഇടിപ്പ് സൗണ്ട് വരുന്നുണ്ട്. ചെറിയ നോർമലായിട്ട് ഇത് ഇടിപ്പ് സൗണ്ട് വരുന്നതിന് കുറച്ച് ഹീറ്റാണ്, ചൂടാണ് സമയത്ത് ഒരു വണ്ടി ആവുന്നില്ല. എപ്പോഴും ഒരു വണ്ടി ഓടിക്കാൻ ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ വണ്ടി ഓടിക്കുക, എന്നിട്ട് അതിന്റെ ഒരു പെർഫോമൻസ് നോക്കുക കേട്ടോ. ഇതൊക്കെ സാധാരണഗതിയിൽ നമ്മൾ ഒരു എഞ്ചിൻ വർക്ക് തുടക്കക്കാരോട് ഇങ്ങനെ അയച്ചു നല്ല വണ്ടികൾ എഞ്ചിൻ അയച്ച് പണിയണമെന്ന് ഞാൻ പറയാറില്ല. കാരണം വണ്ടി കുറച്ചും കൂടെ ഓടും. ഇത് സ്റ്റാർട്ടിങ് നോയ്സ് ആണ്. പക്ഷെ സ്റ്റാർട്ടിങ് നോയ്സ് വണ്ടി എടുക്കുന്ന ആളുകൾ നമ്മൾ നോക്കണമല്ലോ. അങ്ങനെ ഒരു ശബ്ദം ഉണ്ടെന്ന് കരുതി നിങ്ങൾ പോവാ. ചാടി കയറി എഞ്ചിൻ അയച്ച് പൈസ ഇല്ലല്ലോ, ബേജാറാവൊന്നും വേണ്ട. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നോർമൽ ഐഡലിംഗിൽ ക്രാങ്കിന്റെ സൗണ്ട് വരുമ്പോൾ മാത്രം എഞ്ചിൻ അയച്ചാൽ മതി കേട്ടോ. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ക്രാങ്ക് നോയ്സ് ഉണ്ടെന്ന് കരുതി ഇതിപ്പോ നമ്മൾ ട്രിവാൻഡ്രത്തുനിന്ന് ഒരു കസ്റ്റമർ അത്രക്കും ആ ഒരു വണ്ടിന്റെ പെർഫോമൻസ് വേണമെന്ന് തിരിച്ച് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം തീർത്തേക്കാൻ ഞാൻ വിചാരിച്ചത്. അല്ലാതെ ഇങ്ങനെയുള്ള ശബ്ദം വരുമ്പോഴേക്ക് പോയിട്ട് എന്റെ വണ്ടി എഞ്ചിൻ പണിയായി എനിക്ക് പൈസ ചിലവാകില്ല, കാശ് ചിലവാകുന്ന പേടിക്കൊന്നും വേണ്ട. നോർമലായി കിലോമീറ്ററുകളോളം ഇനി ഓടാൻ പറ്റും. ശരിയായ രീതിയിൽ 60, 70, 80 സ്പീഡിലൊക്കെ ഒരു 60, 70 മെയിൻറ്റെയിൻസ് ചെയ്ത് സ്പീഡ് പോവുകയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. വണ്ടിനോട് ഓവർ ലോഡ് എടുപ്പിക്കാതെ അതേപോലെ ഓവർ ത്രോട്ടിൽ കൊടുത്ത് ഒരു KTM ഡ്യൂക്ക് ഓടിക്കുന്ന മാതിരി ഓടിക്കാതെ എന്നാൽ ഒരു കുഴപ്പമില്ല, വണ്ടി ഓടിക്കോളൂ കേട്ടോ. അല്ലാതെ ലോങ് റൈഡ് ഒക്കെ പോണ ആളുകളും ശ്രദ്ധിച്ചാൽ മതി. ചെറിയ ഓട്ടക്കാർക്കൊന്നും അതൊരു വിഷയമല്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഞാനിത് ഓടിച്ചു. ആ ബാക്ക് ഫ്രണ്ട് 60 സ്പീഡിൽ പോണ സമയത്ത് ഇതിന് യാതൊരു നെറ്റും ഇല്ല, 60ന്റെ മുകളിലായിട്ടുണ്ട്. ഹാൻഡിലൊക്കെ വൈബ്രേഷൻ ഒരു കാര്യങ്ങളില്ല. ഫ്രണ്ട് വീൽ ഓക്കെയാണ്, പുറകെയുള്ള പില്ലൻ റൈഡേഴ്സിന് യാതൊരു പ്രശ്നമില്ല. അപ്പൊ വീൽ വൈസ് ഈ വണ്ടി ഓക്കെയാണ്. അത് എത്ര സ്പീഡിൽ എടുത്തിട്ട് ചെറിയൊരു എഞ്ചിന്റെ നോക്കിംഗ് സൗണ്ട് ഉള്ളിൽ വരുന്നുണ്ട്. അതുകൊണ്ട് എഞ്ചിന്റെ ക്രാങ്ക് നോയ്സ് ചെറിയൊരു സ്റ്റാർട്ടിംഗ് ആണ്. അത് നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഒന്ന് അറിഞ്ഞു വെക്കുക എന്നുള്ളൂ. അങ്ങനെ ഒരു സൗണ്ട് ഉണ്ടെങ്കിൽ ആ ഒരു വണ്ടിന്റെ ഒരു വില കുറച്ച് വാങ്ങിക്കുക തന്നെ വേണം. എഞ്ചിൻ വീക്കായി തുടങ്ങിയിട്ടുണ്ടെന്ന് അർത്ഥം. അത് ത്രോട്ടിലുണ്ടല്ലേ, അങ്ങനെ കൊടുത്ത് ഒഴിവാക്കുന്ന സമയത്ത് പെട്ടെന്ന് കിട്ടുമോ സൗണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ അത് കിട്ടാൻ സാധ്യത കുറവാണ്. കണ്ടില്ലേ, ഞാനിപ്പോ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഒരു അടി വരും. അതായത് ചെറിയ ഒരേ ഗ്രാജുവലി ആയിട്ട് കൊടുക്കുന്ന സമയത്ത് ആ സൗണ്ട് കിട്ടിക്കോളണമെന്നില്ല. ഒന്ന് വിട്ട് പിടിച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ,
പിന്നെ വേറൊരു വിഷയമാണ് ശ്രദ്ധിക്കേണ്ട, ഓടിക്കുന്ന സമയത്ത് നമ്മൾ വണ്ടി ഗിയർ മാറുന്ന സമയത്ത് തുള്ളി കളിക്കും വണ്ടി. അത് നോക്കുക, അതൊക്കെ നിസ്സാര സംഗതിയാണ്. വണ്ടി പോയാൽ ഗിയർ മാറി. പിന്നെ രണ്ടാമത് ആക്സിലേറ്റർ ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് വണ്ടിക്ക് ഒരു ചെറിയ ചാട്ടം മാതിരി ജമ്പിങ് മാതിരി തുടങ്ങി 160 രൂപയുണ്ട്. വീലിന്റെ റബ്ബർ ഉണ്ട്, ആ റബ്ബർ അത് മാറ്റി കൊടുക്കുക. ആ വണ്ടിന്റെ റൈഡ് കംഫർട്ടിനെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു വിഷയമാണ് വീൽ റബ്ബർ എന്ന് പറഞ്ഞാൽ, പുഷ് റബ്ബർ എന്ന് പറഞ്ഞാൽ ആ റബ്ബർ അത് മാറ്റി കൊടുക്കുക. എന്നാൽ ഈ ഒരു വിഷയം ഉണ്ടോ, ഈ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഒരു ചാട്ടം ഉണ്ടോ ചെറിയ, അതിൽ ഒഴിവാക്കിയിട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു ചാട്ടം ഉണ്ടാവും. ആ ചാട്ടം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ ത്രോട്ടിൽ വിട്ട് ഇങ്ങനെയുള്ള ഈ കൊടുക്കുക ഒഴിവാക്കുകയും ചെയിൻ സ്പോക്കറ്റ് 40-50 കിലോമീറ്റർ ഓടുണ്ട്. ഈ ഒരു കാര്യം എല്ലാവരും പറയാറുണ്ട്. ഈ ഒരു കാര്യം ഒരു മിനിറ്റും കൂടെ കാണിക്കുക, എങ്ങനെയെന്ന് കാണിച്ചു തരാം. എങ്ങനെ ഗ്രാജുവലി ഞാൻ പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ വണ്ടി ഓടിക്കുന്നത് ഞാൻ ഗിയർ മാറിയിട്ടുണ്ട് കണ്ടോ. ഞാൻ ഗ്രാജുവലിയാണ് ക്ലച്ച് വിട്ടു, ഗ്രാജുവലിയാണ് ആക്സിലേറ്റർ കൊടുക്കുന്നത്. അല്ലാതെ ചില ആളുകൾ ചെയ്യുന്ന എന്റെ ചെയിൻ സ്പോക്കറ്റ് 5000 കിലോമീറ്റർ പോയി 6000 കിലോമീറ്റർ പോയത് മെക്കാനിക്കൽ ചെയിൻ സ്പോക്കറ്റിന്റെ കമ്പനി പറഞ്ഞിട്ട് കാര്യമില്ല. ഏതൊരു കമ്പനി സാധനങ്ങൾ റോയൽ എൻഫീൽഡിൽ ഇട്ട് കഴിഞ്ഞാലും ആ ഒരു ടീത്ത് പൊട്ടി പോകട്ടോ. നിങ്ങൾ അറിഞ്ഞുതരാം. എന്താണ്, ഞാനിപ്പോ ത്രോട്ടിൽ ഒഴിവാക്കുകയാണ്, വണ്ടി നിന്നു. പിന്നെ ഈ എടുക്കണല്ലേ, ഈ എടുക്കല് ഇതാണ് കിക്ക് ത്രോട്ടിൽ എന്ന് പറഞ്ഞാൽ. കിക്ക് ത്രോട്ടിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു വണ്ടി എടുക്കൽ ഗിയർ മാറിന്റെ ശേഷം അങ്ങനെ പിന്നെ പൊട്ടിച്ച് ഈ എടുക്കാതെ നമ്മൾക്കറിയാം ഗ്രാജുവലി ഗിയർ മാറി കണ്ട കറക്റ്റ് രീതിയിൽ എടുക്കുകയാണെങ്കിൽ ചെയിൻ സ്പോക്കറ്റ് നല്ല ലൈഫ് കിട്ടും. യാതൊരു സംശയമാണ്. 20,000-30,000 കിലോമീറ്റർ കിട്ടിയില്ലെങ്കിൽ എന്നെ വിളിച്ച് തെറി പറഞ്ഞോളി. കാരണം ഈ രീതിയിൽ, അതായത് ഒരു 1000 മിനിമം ഒരു 500 കിലോമീറ്റർ ആണ് പറയുന്നത്. 1000 കിലോമീറ്റർ എന്തായാലും ചെയിൻ ടൈറ്റ് ചെയ്യുക. ചെയിൻ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് അലൈൻമെന്റ് നോക്കണം കേട്ടോ. ഒരു പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയായിട്ട് നിങ്ങൾ ചെയിൻ ടൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെയിൻ സ്പോക്കറ്റ് അതും കിട്ടില്ല, ഇറങ്ങി തീരും. പിന്നെ ചെയിൻ സ്പോക്കറ്റ് സെറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ അലൈൻമെന്റ് നോക്കി ചെക്ക് ചെയ്യാം. അത് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. കാരണം അലൈൻമെന്റ് ഇതിനുണ്ടോ എന്നുള്ള ഫ്രണ്ട് വീലും ബാക്ക് വീലും തമ്മിൽ അലൈൻമെന്റ് നോക്കാം. അതേമാതിരി ഫ്രണ്ട്ലെസ് സ്പ്രോക്കറ്റ്, അതായത് സിംഗാമിന്റെ ചെയിൻ സ്റ്റേന്റെ ബോൾട്ടും ബാക്കിലെ വീലിന്റെ ആക്സിലും തമ്മിൽ അലൈൻമെന്റ് നോക്കാം. അതുമാതിരി ഫ്രണ്ട് സ്പ്രോക്കറ്റും റിയർ സ്പ്രോക്കറ്റും തമ്മിൽ ചെയിൻ സ്ട്രൈറ്റ് ആണോ ഓടുന്നത് എന്നുള്ള അലൈൻമെന്റ് നോക്കാം. ഈ അലൈൻമെന്റ് ക്ലിയർ ആയാൽ തന്നെ ചെയിൻ സ്പ്രോക്കറ്റിന് ഒരു പ്രശ്നം, ഒരു തേയ്മാനും ഒരു ടീറും വീറും വരൂല കേട്ടോ. ഓക്കെ, വരില്ല എന്നുള്ളതല്ല, നമ്മൾ അശ്രദ്ധ കൊണ്ടോ നമ്മളെ സർവീസ് കൊണ്ടോ ഉണ്ടാവുന്ന വിഷയങ്ങൾക്കൊന്ന് പൂർണ്ണമായിട്ടും മലയാളം ചെയിൻ സ്പോക്കറ്റിന് ലൈഫ് കിട്ടുന്ന കിട്ടുന്ന ആളുകൾ നമ്മൾ സ്ഥിരമായിട്ട് വരാറുണ്ട്. അപ്പൊ അവരെ ഓടിക്കുന്ന രീതി വെച്ച് നോക്കി കഴിഞ്ഞാൽ ഓക്കെയാണ്. അവര് ഗ്രാജുവലി വേണം ആക്സിഡന്റ് കൊടുക്കും. ഒരിക്കലും ഒരു ബുള്ളറ്റിന്റെ മുകളിൽ കയറിയായിട്ട് പിന്നെ നമ്മളെന്താ പറയാ, ഒരു സാധാരണ ഒരു ലെജൻഡ് റൈഡേഴ്സ് ഉപയോഗിക്കേണ്ട രീതിയിലല്ലാതെ നമ്മളൊരു സ്പോട്ട് വണ്ടി ഉപയോഗിക്കുന്ന ഒരു ബുള്ളറ്റിന്റെ കയറി ചെവി മുരട്ടി കഴിഞ്ഞാൽ ചെയിൻ സ്പോക്കറ്റ് അല്ല പല പ്രശ്നങ്ങളും വണ്ടിക്ക് വരും കേട്ടോ. ഇപ്പൊ നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ ആ വണ്ടി എങ്ങനെ ട്രീറ്റ് ചെയ്യണം, എങ്ങനെ കൊണ്ടെടുക്കണം എന്നും കൂടി മനസ്സിലാക്കിയിട്ട് കൊണ്ടുവരുന്നത് ഞങ്ങൾക്ക് യാതൊരു വയ്യാവലി റോയൽ എൻഫീൽഡ് തരില്ല. സാധാരണ വണ്ടി കൊണ്ടെടുക്കുന്ന അതേ ഒരു ചെലവിൽ കൊണ്ടെടുക്കാവുന്നുള്ളൂ. എല്ലാം തന്നെ നമ്മൾ അശ്രദ്ധ കൊണ്ടും ഉപയോഗത്തിന്റെ അമിതമായിട്ടുള്ള എന്താ പറയാ ഒരു ത്രോട്ടിൽ ഉപയോഗം കൊണ്ടൊക്കെയാണ്, അതായത് അണീവനായിട്ടുള്ള ത്രോട്ടിൽ ഉപയോഗം കൊണ്ടൊക്കെയാണ് നമ്മൾ വണ്ടികൾ കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ ഓരോ വണ്ടിയുടെ പർപ്പസാണ്. വണ്ടിന്റെ പർപ്പസ് ഉപയോഗിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ വണ്ടി എടുക്കുന്നവർ ശ്രദ്ധിക്കാനുള്ള കാര്യം ഞാൻ പറഞ്ഞു. അപ്പൊ സെൽഫ് സ്റ്റാർട്ടിന്റെ കാര്യം ശ്രദ്ധിക്കണം. സെൽഫ് സ്റ്റാർട്ട് ഒരു 5-6 പ്രാവശ്യം 10 പ്രാവശ്യമൊക്കെ മാറി സെൽഫ് അടിച്ച് നോക്കും. ഒറ്റ കിക്കിലും സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അടിച്ചൊക്കെ ശബ്ദം ഉണ്ടെങ്കിൽ കഴിഞ്ഞ സെൽഫ് സ്റ്റാർട്ട് വർക്ക് ചെയ്യാത്ത വണ്ടി സെൽഫ് സ്റ്റാർട്ടിന്റെ പൈസ കുറച്ച് വാങ്ങിക്കുക കേട്ടോ. അതുകൊണ്ട് വേറൊരു ഗുണവും കൂടെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒറിജിനൽ സ്പെയർ പാർട്സ് ആ ഒരു 4,700 രൂപയാണ് വില വരുന്നത്. ആ ഒരു പ്രൈസ് കുറച്ച് വാങ്ങിച്ച് നിങ്ങൾക്ക് ഒറിജിനൽ പാർട്സ് ഇട്ടിട്ട് എത്ര കാലം ഓടും നിങ്ങൾക്ക് ഒരു ഉറപ്പുണ്ടാവും. മറ്റാകുമ്പോൾ ചിലപ്പോൾ ഒരു 400-500 രൂപന്റെ ബാരിയം കിട്ടിയിട്ടാണ് നിങ്ങളെ സാധാരണഗതിയിൽ പിന്നെ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ വീണ്ടും പൈസ മുടക്കേണ്ട. സെൽഫ് ഇല്ലാന്ന് കരുതിയ വണ്ടി എടുക്കേണ്ട. സെൽഫിന്റെ ആ ഒരു പൈസ കുറച്ച് വാങ്ങിക്കുക. എന്നാൽ നിങ്ങൾക്ക് ഒറിജിനൽ പാർട്സ് ഇട്ടിട്ട് നിങ്ങൾക്ക് അത്ര തന്നെ ആ ലൈഫ് ആ സാധനത്തിന് കിട്ടും. അല്ലാതെ മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ കാണിച്ച് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിൽ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഒരാളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം മുതൽ ഏതാനും പൈസ നഷ്ടപ്പെടാൻ ഒരാൾ ആഗ്രഹിക്കില്ലല്ലോ. അപ്പോൾ മാക്സിമം എല്ലാവരും പൈസ കിട്ടാനല്ലേ, നഷ്ടപ്പെടുത്താനല്ലല്ലോ. അപ്പം എല്ലാവരും കാര്യം നോക്കുമ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മളെ കാര്യം കൂടെ നോക്കാമെന്ന് പറയാനുള്ളൂ. അതൊന്നും ആരും ഒരു കുറ്റം കുറവൊന്നല്ല. അപ്പം ഇതാണ് ഒരു UC CI എഞ്ചിൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.